ഹലോ ഗെയിമേഴ്സ്, ആഗ്നസ് ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഫയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മളെ ഗോട്ടിനെയും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തു. ഇനി ഗൈസ് നമുക്ക് ആ ഗോട്ടിന് 85 റേറ്റിംഗ് ആയിരുന്നു, നമ്മൾ 86 റേറ്റിംഗ് ഒക്കെ ആക്കി. ഇനി നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കണം ഗൈസ് നമ്മളെ ഗോട്ടിനെ. ഗോട്ട് വേറെ ആരുമല്ല, ഡാനിഷ് ഫാറൂഖ്. മെസ്സി, ലോറിസ്, പിന്നെ വേറെ ഏതൊക്കെ 2 പ്ലേയേഴ്സിനെ കാണിക്കുന്നുണ്ട് ഗൈസ് ഫസ്റ്റ് തന്നെ. ഓക്കെ ഗൈസ്, എനിക്ക് എന്താ പറയുക, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഫസ്റ്റത്തെ ഒരെണ്ണം കൂടെ എങ്ങനെയെങ്കിലും കിട്ടണം ഗൈസ്. ഓക്കെ എടാ, ഇവിടെ കൊടുത്തിട്ടുണ്ടാ മാർക്കറ്റ് പ്ലേസ് എ സെൽ ഓർഡർ ഇൻ ട്രാൻസ്ഫർ മാർക്കറ്റ് പോയിട്ട് സെല്ല് ചെയ്യാനാണ് പറയുന്നത്. ആരെ സെല്ല് ചെയ്യാൻ? പിന്നെ ഇതിപ്പോൾ ഞാൻ ആരെ സെല്ല് ചെയ്യാനാ? ഒരു പ്ലെയറിനെ ഇവനെ സെല്ല് ചെയ്ത് ഓക്കെ ഗൈസ്, കൺഫേം. ഇത്രയേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ ഇത് ഓണായിട്ടുണ്ട്. എടാ ഞാനിത് പൊട്ടണേ, ഞാൻ ഇതാവും വിചാരിച്ചിരിക്കുക. ഇതിവിടെ കൊടുത്തിട്ടുണ്ട്, ഹിൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഇതും കാര്യങ്ങളൊക്കെ സ്കിൽ മൂവ്സൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. സേതോ പ്ലെയർ വർക്കൗട്ട് ബ്രസീലിയൻ റൈറ്റ് വിങ് ബാഴ്സലോണ. ഏതാ പ്ലെയർ ഏതാ? റഫിനെ. എടാ ഇവൻ്റെ കാര്യം ബ്രോ, വാട്ട് ആർ യു സീരിയസ്? ഇനിയുണ്ട് ഗൈസ് ഇത് അൺലോക്ക് ആക്കാനായിട്ട്. ഇതിപ്പോൾ ഇനി കുറേ ഉണ്ടല്ലോ. അതിന് 5 വേണം ഗൈസ്. നമുക്ക് പ്ലേ പോവാം. നമ്മൾ ടൂർണമെൻറ്റ് ദി ചാമ്പ്യൻസ്. എടാ നീ ആറാ? ഇവൻ കുറേ നേരമല്ലേ വേണം ചേർക്കാൻ തുടങ്ങിയിട്ട്. എനിക്കറിയാം വിനീഷ്യസ്, താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഓക്കെ, ആർ യു സീരിയസ്? മൈ ടീം, അവർ ടീം. എടാ ഇതായിരുന്നു മാഞ്ചസ്റ്റർ റിയൽ മാഡ്രിഡ്. എനിക്ക് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഈ ക്ലബ്ബാണ് ഗൈസ്. എന്നെയാണ് മോനെ സീന്. ഇനി എനിക്ക് വേണ്ട എന്നാ പൊളി ഗ്രാഫിക്സ് ആണ്. UEFA ചാമ്പ്യൻസ് ലീഗ്. ഓക്കെ, ചാമ്പ്യൻസ് ലീഗ്. ഫസ്റ്റ് തന്നെ FC ബയേൺ. ഹ്യൂമാനോട് ജയിക്കാൻ കഴിയുമെന്നൊന്നും എനിക്കറിഞ്ഞൂടായിരുന്നു. പണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മാഞ്ചസ്റ്റർ സിറ്റീനെ കൊണ്ട് ഞാൻ ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്യുന്നത് ഗൈസ്. അതിനു മുമ്പ് റിയൽ മാഡ്രിഡിനെ കൊണ്ട് വിൻ ചെയ്യിപ്പിച്ചിട്ടില്ല ഗൈസ്. റിയൽ മാഡ്രിഡല്ല, ബാഴ്സലോണനെ കൊണ്ട് വിൻ ചെയ്യിപ്പിച്ചിട്ടില്ല ഗൈസ്. ഞാൻ വിൻ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞില്ല ഗൈസ്. സെമി ഫൈനലിൽ റിയൽ മാഡ്രിഡിൻ്റെ കൂടി പൊട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് വിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അത് പെനാൾട്ടി ഷൂട്ട് ഔട്ടിനാണ് പൊട്ടിയത്. നമ്മളെ പ്ലേയേഴ്സൊക്കെ എന്താ കാണിക്കുന്നതെന്ന് പോലും അറിഞ്ഞൂടാ. ശോകം ടീമായിരുന്നു വയസ്സൻ്റെ. ഞാൻ കുറേ അടിപൊളി ലെവൻഡോസ്കിനെ ഒന്നും ഞാൻ കളിക്കാൻ ഇറക്കില്ല. അവനെയൊക്കെ ഞാൻ 11 വെച്ചില്ലേ, സബ് ഇറക്കി. എന്നിട്ട് പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ ഇറക്കി. എന്താ പൊട്ട കളിയാണ്. ഓക്കെ ഗൈസ്, മാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ ടീമുണ്ടോ? സെറ്റ്, എൻ്റെ പൊന്ന് സെറ്റ് ഗ്രാഫിക്സ്. ചാമ്പ്യൻസ് ലീഗ് കളിക്കുമ്പോൾ ഏതാ മോനെ ഗ്രാഫിക്സ്? നമ്മളെ ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസ്, കിമിക്. ഈ ടീമിനോടായിരുന്നു ഞാൻ ഫൈനലിൽ ജയിച്ചത്. എറിക്സൺ ഗുഡ് ഡിഫൻസ്, കസമീറോ. എനിക്ക് ഈ ടീം എടുക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ടീമിനെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മൈ ഗുഡ്നസ്, ഗോൾ. മൈ ഗുഡ്നസ്, ഫസ്റ്റത്തെ ഷോട്ട് ബ്രൂണോൻ്റെ ഗോൾ ആവേണ്ടതായിരുന്നു, പക്ഷെ നടന്നില്ല. ബ്രൂണോ ഫെർണാണ്ടസ് ഗുഡ് ഷോട്ടറാ. ആ ബാർമ തട്ടി തിരിച്ചു വന്ന്.
അത് മാർട്ടിയാലടിച്ച് കയറ്റിടെ 1-0. ഇവന്മാർ ഹാരി കെയിനുണ്ട്, മുസൈലുണ്ട്, കിമിച്ചുണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഗോളടിക്കാനില്ല ഗൈസ്, പാവം. ബ്രൂണോ ഫെർണാണ്ടസ് പോയി ബോൾ എടുക്കുക. എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഓ ഗൈസ്, ഗോ, പെനാൾട്ടി ഇല്ല. ഓ ഗൈസ്, ലക്ക്. ഞാൻ വിചാരിച്ചു പെനാൾട്ടിയാണ്. എൻ്റെ അള്ളിയ. അയ്യോ പോ മാർട്ടിയാൽ. സെക്കൻഡ് ഗോൾ ആയിരിക്കാൻ സാധ്യത കുറവാണ്. ബ്രൂണോ. ഓ ഗൈസ്, ഇത് ഇവന്മാരോട് സിമ്പിളാണ് എന്നെ. ഇവരോട് എന്ത് സിമ്പിളാണ്. ആർ യു സീരിയസ്? സിമ്പിൾ തന്നെ. ഭയങ്കര സിമ്പിളായി ഇവന്മാരോട് കളിക്കാനൊക്കെ. അടിപൊളി പാസ് മോനെ. ഏതാ മോനെ പാസ്? ബ്രൂണോയിലേക്ക് കൃത്യം പാസ് തന്നെയായിരുന്നു. പക്ഷെ ഡേവിസ് ഉള്ളതുകൊണ്ടാണ് ഓല് രക്ഷപ്പെട്ടു പോകുന്നത്. സ്പീഡ് കൊമാൻ. ഫൗൾ. എന്ത് ഫൗൾ? കസമീറോ അല്ലേ? നമ്മളെ ക്യാപ്റ്റൻ കസമീറോ അല്ലേ? ഓ ഗൈസ്, നമ്മളെ ക്യാപ്റ്റൻ കസമീറോ ആണ്, ബ്രൂണോ അല്ല. റഫീത്ത വരാൻ. മാർട്ടിയാൽ പൊസിഷനൊന്നും മാറ്റണമല്ലോ. ഓനക്ക് മാത്രം എന്താ കയറാൻ കഴിയുള്ളൂ. എറിക്സൺ. ഓൻ്റെ 5 സ്റ്റാർ സ്കിൽസ് ഡിലേറ്റിന് നടക്കുമോ നോക്കാം. 5 സ്റ്റാർ സ്കിൽസ് എറിക്സൺ സ്കിൽസ്. ഓ എൻ്റെ ഓല് ഗോളി ഏതാ? ന്യൂയറാണോ എൻ്റെ ഗോളി? ഓ എടാ, റഫീത്ത് വരാന് കിട്ടേണ്ട ബോൾ അതിനെന്താ കാണിക്കുന്നത്? കസമീറിന് ക്യാപ്റ്റനാ പറഞ്ഞിട്ട് ബോൾ എടുക്കാനെങ്കിലും പോടാ. ഇതിപ്പോൾ നമ്മൾ ഓരോ പ്ലേയേഴ്സിന് കുറ്റം പറയുമ്പോഴും മര്യാദയ്ക്ക് കളിക്കണ്ടോ? മാർട്ടിയാൽ ദ ഗോട്ട്. കണ്ടോ, ഗോട്ട് പറയുമ്പോൾ ഗോൾ അടിക്കാനില്ല. നൂബ് പറഞ്ഞപ്പോൾ ഗോൾ അടിക്കാനും. നൂബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾ അടിച്ചിട്ടുണ്ടാവും. ബ്രൂണോ കറക്റ്റ് പാസ് വന്നത്. ബ്രൂണോ എന്ന് പറഞ്ഞപ്പോൾ മാർട്ടിയാൽ. ബ്രൂണോ. പെല്ലിസ്ട്രേ. ഇവൻ നൂബാണ്, വെറും നൂബാണ്, ലോകമഹാനൂബാണ്. മോനെ, ഇവിടെ നൂബ് പറയുമ്പോൾ നമ്മളെ പ്ലേസൊക്കെ എജ്ജാതി കളിയാണ്. ഈ ഷൊണ്ടയ്ക്ക് കൊടുക്ക്. നൂബ് പറയുമ്പോൾ നമ്മളെ പ്ലേസൊക്കെ എജ്ജാതി കളിയാണ് മോനെ. എന്ത് ഫൗള് ഓൽക്ക് എന്തും വകയിൽ ഇപ്പോൾ തരും. എന്താണ് ഇത് ഇങ്ങനെ? ഇവന്മാർ ഭയങ്കര ഫൗള് കളിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ബ്രൂണോ. മാർട്ടിയാൽ. കിമിൻജയ്. എന്നെ കൊണ്ടൊരു ഉപകാരമില്ല കിമിൻജയ്. ബ്രൂണോ. എടാ, ഇവന്മാർ ഒമ്പം കളിയാ. ഇവല്ല ഗോളി ഏതാന്ന് അറിഞ്ഞൂടാ. നമ്മളെ ടീമത്തെ എല്ലാ പ്ലേയേഴ്സും വമ്പൻ കളി. ഇവരുടെ ടീമത്തെ ഗോളി വമ്പൻ കളി. ഉൾറിച്ച് അങ്ങനെ എന്തോ ഒരു ഗോളി. ഞാൻ അങ്ങനത്തെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഗോളി എടുക്കുന്നത്. ഞാൻ എസ് സാധാരണ ന്യൂ ഇയർ ആണ്. സാധനം ഉപകാരമില്ലടാ എനിക്ക്. എനിക്ക് തീരെ ഉപകാരമില്ല. നൂബ് ബയൺ. പക്ഷെ ഇത് ഒരു കാര്യം സത്യം, ഓല നൂബ് വിളിക്കുമ്പോൾ നൂബ് കളിക്കും. പ്രോ അല്ല സോറി, മാർട്ടിയാൽ. ഞാൻ മാർട്ടിയാലിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കൂല. ഒരു ഗോൾ അടിച്ച് അത് മതി, ഇനി അടിക്കണ്ട. ഇതായത് റാഷ്ഫോർഡ് അടിച്ച് ഓൻ്റെ ശരിക്കുള്ള കസമീർ അടിക്കും വിചാരിച്ചതാണ്. പക്ഷെ ഡീലൈറ്റ് അടിച്ച് റാഷ്ഫോർഡിന് കൊടുത്തു. റാഷ്ഫോർഡ് അടിച്ച് കയറ്റി. ആരെ സബ്ദർക്കിയെ? എടാ കൈതകള, ഞാൻ പറഞ്ഞിക്കണ്ടോട് ഇഷ്ടം. മാർട്ടിയാൽ പോയി ഗൈസ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഓനെ കൊണ്ട് ഗോൾ അടുപ്പിക്കാം. മനുക്കനെന്താ കാണിക്കുന്നുണ്ട്? ബയറിനെ കൊണ്ട് ഒരു ഗുണമില്ലടാ. നൂബ് ഹോജ്മുണ്ട്. നൂബ് ഹോജ്മുണ്ട്. ഗോൾ. വാട്ട് ആർ യു സീരിയസ്? 4-0. ബയറൊക്കെ ഷൊണ്ണക്കളി മോനെ, ഏതോ ഷൊണ്ണക്കളി. ബയണ് നമ്മൾ ജയിച്ച്. ഇനി ഓല എന്തുണ്ടാക്കാനായി? ക്ലീൻ ഷീറ്റ്. ഇത് ക്ലീൻ ഷീറ്റാ. വാട്ട് എ ക്ലീൻ ഷീറ്റ് വിൻ. എടാ എന്ത് കാണിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ?
എന്താണ് ഓ ഒനാന ഗുളി കീപ്പർ അല്ല ഓല് ഇത്ര ഷോട്ട് അടിച്ച് നമുക്ക് നോക്കാം കേട്ടോ. ഓല് ഷോട്ട് മിക്കവാറും വാട്ട് എടാ ഓല് ഒരു ഷോട്ട് എപ്പം അടിച്ച് ഓല് ഗോൾ അടിച്ച്. മാർട്ടിയാൽ, ബ്രൂണോ, റാഷ്വുഡ്. ഓക്കെ നല്ല കളിയായിരുന്നു. ഗുഡ് പ്ലേ ഗുഡ് പ്ലേ ഗുഡ് പ്ലേ ഗുഡ് പ്ലേ ഗുഡ് പിള്ളേ ഗുഡ് പിള്ളേ ഗുഡ് പിള്ളേരെ ഗുഡ് പിള്ളേരെ ഗുഡ് പ്ലേ. ഇത് ടൂർണമെൻറ്റ്. ഇനി മാനേജർ മൂഡ്. മാനേജർ മൂഡ് ഉണ്ടോ? നമുക്ക് മാനേജർ മൂഡ് ഉണ്ടല്ലേ. ശരിയാ. അത് കഴിഞ്ഞാൽ സ്കിൽ മൂവ്സ്. അത് കഴിഞ്ഞാൽ സ്കിൽ മൂവ്സ് അത്രേ ഉള്ളൂ. മാനേജർ മൂഡ് സ്കിൽ മൂവ്സൊക്കെ നമുക്ക് ചെയ്യാം. ആദ്യം ടൂർണമെൻറ്റ് എങ്ങനെയൊന്ന് കളിക്കട്ടെ. ഒരു 3-4 മാച്ചെങ്കിലും കളിക്കാം. പറ്റുമെങ്കിൽ നമുക്ക് കളിക്കാം. ഒരു നൂബ് ഗലറ്റസാറായോ ഓലാണ് ജയിച്ചത്. നമ്മൾ 1-ാം സ്ഥാനത്ത്, ഓല് 2-ാം സ്ഥാനത്ത്. ഓല് ജയിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ ഓല് ജയിച്ച്. ഓല് ജയിച്ച് എൻ്റെ പൊന്നെ. ഇനി കിടന്ന് ഷോർക്കും ഗൈസ്. ഓലൊരു കളി ജയിച്ച് 2-ാം സ്ഥാനത്താണുള്ളത്. മറ്റേ കളി FC ഭയണമായിരിക്കും മിക്കവാറും ജയിക്കുക. എജാതി ഗ്രാഫിക്സ് മോനെ. FC മൊബൈലിലല്ലാണ്ട് PC കളിക്കുമ്പോൾ മാത്രമേ ഗ്രാഫിക്സ് ഉള്ളൂ. മര്യാദയ്ക്ക് ഇത്ര ഗ്രാഫിക്സ് FC മൊബൈലിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓല ടീം അടിച്ചിട്ട് പോടും. കസമീറോ ദ കാപ്റ്റൻ. എടാ മാർട്ടിയാലുണ്ടല്ലേ. ഒരു മിനിറ്റ് ഞാൻ സബ് നോക്കട്ടെ. സബിൽ ആരുള്ള മര്യാദയ്ക്ക്? മൗണ്ട് ഉണ്ടല്ലോ. ഒനാനേനെ ഇറക്കി കളിക്കാൻ കഴിയുമില്ല. മൗണ്ട് ആരാ നമ്മളടിച്ചാ? നമുക്ക് വേണമെങ്കിൽ മാർട്ടിനസ് കേർട്ടേസ്. എടാ മാർട്ടിയൽ ഗോൾ അടിച്ചടാ. എടാ ഞാൻ സബ് ചെയ്യും. ഇവർ ഓട്ടോ പ്ലേ കളിച്ച് ഗൈസ്. എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർ ഓട്ടോ പ്ലേ കളിച്ച്. ഞാൻ സബ് മാറ്റണം എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഇവർ ഗോൾ അടിച്ചിട്ട് ഏജാതി ടീം. ഐക്കാടി എന്ത് കാണിക്കുന്നുണ്ട് ഐക്കാടി? ഞാൻ അത്ര ഫ്രീ ചാൻസ് ഇട്ടിട്ട് എന്താ കാണിച്ചേ? ബ്രൂണോ. ഇനി ബ്രൂണോൻ്റെ സ്കിൽസൊക്കെ നിങ്ങൾ കാണാൻ പോവാണേ. ബ്രൂണോ വാട്ട് എ സ്കിൽസ്. ബ്രൂണോ ഫെർണാണ്ടസ് ഗോൾ. ഞാൻ പറഞ്ഞില്ലേ ഗോളാണ്. ബ്രൂണോ ഫെർണാണ്ടസ്. നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിപ്പിക്കണം. മാഞ്ചസ്റ്റർ സിറ്റിനെ കൊണ്ട് നമ്മൾ ഗോൾ അടിച്ച് ജയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫൈനൽ ജയിച്ചു. ഇപ്രാവശ്യം അങ്ങനെ ജയിക്കണം എന്ന്. എന്ത് ഫൗൾ, എന്താ ഇതിങ്ങനെ? ഇതെന്താ എന്ത് കാണിക്കണ്ട ഉമ്മാരി? അതന്നെ വാൻ ബിസാക്ക. ഗുഡ് പ്ലേ. അപ്പോൾ പുറത്തോണ്ട് ബോളായിരുന്നു. വരാൻ്റെ ഫ്രീ കിക്ക്, ഒരു ഒടുക്കത്തെ ഫ്രീ കിക്ക് അവൻ്റെ തള്ളടിച്ച് പൊട്ടിക്കുന്നു. മതി. മാർട്ടീനസ് സെൻറ്റർ ബാക്കിനെ ഞാൻ മുമ്പോട്ട് കയറ്റിയടാ. പാവ സെൻറ്റർ ബാക്ക്. എനിക്ക് ബോൾ തന്നെ കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. അതുകൊണ്ടാണ്. മൈ ഗുഡ്നസ്. ഇപ്പോൾ എൻ്റെ കയ്യും കാലും ഓടിയണ്ടായിരുന്നു. റഫീത്ത വറാൻ. എന്താ ഇവന്മാർ എന്താ ടാക്കിളൊന്നും പെടാത്തേ? ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ. ഒന്നുമില്ല. ഓനെന്താ അങ്ങോട്ട് നോക്കി നിൽക്കുന്നേ? എന്ത് ചെയ്താലും ഞാൻ മാച്ച് കാണൂലെന്നാ? ഓല് ഫുൾ അങ്ങോട്ട് നോക്കി നിൽക്കടാ. വരാൻ എന്ത് കാണിക്കണ്ട് ശരിക്കും? കുറേ നേരമല്ലോ വരാൻ കിടന്ന്. നമ്മൾ സ്ലൈഡ് ചെയ്ത് എല്ലാവരെയും മൂക്ക് മൊത്തം അടിച്ച് പരത്താൻ പോവാണ് ഗൈസ്. മാർട്ടിയാൽ ആ ഗോൾ. ഓ മൈ ഗുഡ്നസ്. ഓഫ് സൈഡ്. ഓൻ ഓഫ് സൈഡ് കയറി വന്നടാ. ഈ വരാനും ഓന് പിടിച്ച് വലിക്കണ്ടോ? എനിക്കതാ പേടി.
ആർക്ക് കൊടുത്തേ? വരാനില്ലേ? ഓനെ പിടിച്ച് വലിക്കുന്നുണ്ട്. ചിലപ്പോൾ പെനാൽറ്റി ആയിട്ടുണ്ടെങ്കിൽ ഗലാട്രൈസ് ആ ടീം എത്ര 4 ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിട്ടുണ്ടോ? 4 സ്റ്റാറൊക്കെ ഉണ്ടല്ലോ. അങ്ങനൊന്നും വരാൻ സാധ്യതല്ലോ. ഓലാരാ? റിയൽ മാഡ്രിഡിന് വരെ അത്ര കിട്ടിയിട്ടില്ല. പിന്നല്ലേ കിട്ടിയിട്ടുണ്ടാവും. മാർട്ടീനസ്. ഓ സെൻറ്റർ ബാക്കാണ് പുള്ളി. അർജൻറ്റീനിയൻ സെൻറ്റർ ബാക്ക്. നമ്പർ 6 നമ്പർ 7 കൂടെ ആയിട്ടുണ്ടെങ്കിൽ സൂടായില്ലടാ. കസമീറോ ക്യാപ്റ്റൻ എന്താ കാണിക്കുന്നുണ്ട്? ഇതിനൊക്കെ റഫീത്ത വരാൻ തന്നെ. എന്താ റഫീത്ത വരാനേ? ഞാൻ പറഞ്ഞത് എന്താ അറിയോ? ഇതിനൊക്കെ റഫീത്ത വരാൻ തന്നെ വേണം പറഞ്ഞു. പക്ഷെ ഓനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലാണ്ട് ഇപ്പോൾ ബ്രൂണോനെ കൊണ്ട് ഹാർട്രിക്ക് അടിക്കാൻ കഴിയുമോ നോക്കാം. ബ്രൂനോ ഫെർണാണ്ടസ്. ഓ വാട്ട് ആർ യു സീരിയസ് മാൻ? എടാ ഫസ്റ്റത്തെ കളി 4 മുട്ടയ്ക്ക് ജയിച്ചു. ഇതിപ്പോൾ രണ്ടാമത്തെ കളിയിൽ 4 ഗോൾ അടിച്ചടേ. ഇത് ബയറിനെക്കാട്ടും ഏതോ നൂബ് ടീമാണല്ലോ. എടാ നൂബ്ഡ ടീം. ഇത് ബയറിനെക്കാട്ടും ഏതോ നൂബ്ഡ ടീമാണ്. എന്നാലും ഗോൾ ഓനക്ക് സമ്മതിക്കണം. ഗോൾ ഏതായാലും സേവ് ചെയ്യുന്നറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു ഷോട്ട് അടിച്ച് കയറ്റി. അല്ലെങ്കിൽ ബാറ് തട്ടി ഗോളാവേണ്ടേ ആയിരുന്നു. ഓ ബ്രൂണോ സാറിലാണ് അടിപൊളി പ്ലേയേഴ്സ്. ബ്രൂണോനെ കൊണ്ട് മിക്കവാറും ഹാർട്രിക്ക് അടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഓൽക്കൊരു ഗോൾ കൺസീഡ് ചെയ്ത് കൊടുക്കും. കൺസീഡല്ല, ഞാൻ എങ്ങോട്ട് അടിച്ചാൽ പറഞ്ഞ ഒരു ഗുണമായിരുന്നു. എറിക്സൺ, കസമീറോ, ബ്രൂണോ. ഓനെ കൊണ്ട് ഹാർട്രിക്ക് അടിച്ചില്ലെങ്കിൽ ഞാൻ ഓൽക്കൊരു ഞാൻ ഓനെ കൊണ്ട് ഹാർട്രിക്ക് അടിപ്പിക്കും. അല്ലെങ്കിൽ ഓൽക്ക് ഞാൻ ഒരു സെൽഫ് ഇട്ട് കൊടുക്കും. ബ്രൂണോ അടിക്കണേ ബ്രൂണോ. ഓ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്നതൊക്കെ എൻ്റെ സ്വന്തം ബ്രൂണോ. മൈ ബ്രൂണോ ദ ഗോട്ട് ഈസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗോട്ട്. എൻ്റെ ഗോട്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗോട്ട് ബ്രൂണോ ഫെർണാണ്ടസ്. കേരളാസിലാണെങ്കിൽ ഡാനിസ് ഫറൂഖ് ആൻഡ് ബ്രൂണോ ഫെർണാണ്ടസ്. ഓല് രണ്ടാളും ഒരുമിച്ച് കളിച്ചിട്ടുണ്ടെങ്കിലോ ബ്രൂണോനൊക്കെ അടിപൊളി കാർഡ് ഉണ്ടാ. ബ്രൂണോൻ്റെ മൗണ്ട് എന്താണ് ഓല് ബ്രൂണോനെ മാറ്റാൻ നോക്കുന്നുണ്ട് കള്ളന്മാര്. ബ്രൂണോനെ മാറ്റാൻ താനാരടാ ഊളച്ചക്ക. പെനാൽറ്റി. എടാ ഇവന്മാർ കറക്റ്റ് നൂബ്ഡകളാട്ടോ. ഇവരെ മാനം കാക്കാൻ എനിക്ക് വേണമെങ്കിൽ ഒരു ഗോൾ അടുപ്പിച്ച് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഒന്നും ചെയ്യണ്ട. ഇതിപ്പോൾ കൊണ്ടുപോയി മിസ്സാക്കും. ഞാൻ പറഞ്ഞില്ല ഇതിപ്പോൾ കൊണ്ടുപോയി മിസ്സാക്കുമെന്ന്. ഉണ്ടാക്കല്ല കിടന്നിട്ട്. ഓല് വമ്പൻ നൂബ്ഡകളാണ്. ലോകമഹാനൂബ്ഡകൾക്ക് 1ാം സ്ഥാനം ഓൽക്ക് തന്നെ കിട്ടും. എത്ര അടിപൊളി ചാൻസ്. അതെല്ലാം കൊണ്ടുപോയി കളയും പൊട്ടന്മാർ. ഇതിപ്പോൾ കൊണ്ടുപോയി കളയും. ഇതൊന്നും അടിക്കാൻ കഴിയൂലേ ഓൽക്ക്. എടാ ഞാൻ കാര്യം പറയുന്നടാ. ഓല് വമ്പൻ നൂബ്ഡകളാണ്. കളി കഴിഞ്ഞ്. ഹാർട്രിക്ക് ഞാൻ പറഞ്ഞില്ലേ ഹാർട്രിക്ക് അടിക്കുമെന്ന്. ഓല് 3 ഷോട്ട് അടിച്ചിട്ടുണ്ട്. അത് ഫുള്ള് പുറത്തേക്ക്. ബ്രൂണോ 24-ാം മിനിറ്റിൽ, 60-ാം മിനിറ്റിൽ, 74-ാം മിനിറ്റിൽ. ഹാട്രിക് ഫ്രം ബ്രൂണോ ഫെർണാണ്ടസ്. ബയൺ ജയിച്ച്. ഞാൻ പറഞ്ഞില്ലേ മിക്കവാറും ബയണായിരിക്കും ജയിക്കുകയാണ്. ഇവന്മാർ ഫുള്ള് നൂബ്ഡ ടീംസാണ്. കളിച്ച കളി ഫുള്ളും ജയിച്ചത് ഞാൻ തന്നെയാണ്. ഇനി ഈ നൂബ്ഡ ടീമിൻ്റെ കൂടെ ലൈനപ്പിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തണം. ഇവന്മാർ എൻ്റെ ടീമിലുള്ളൂ, വേറെ ആരുമില്ല. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇവനുണ്ടായിരുന്നല്ലേ വാൻ ബിസാക്ക പോട്ടെ. ഇവനൊരു പ്രാവശ്യം ഇറക്കി നോക്കാം. ഇവൻ സാഞ്ചോവാ ഷോ ഒക്കെ പോ.
ഇത് ഫോർമേഷൻ ഏതാണ്? സ്നൂപ്ഡ് ഫോർമേഷൻ ഏത് ഫോർമേഷൻ? ഇത് എടുത്തിട്ടുണ്ട്. അതൊന്നും വേണ്ട, ഇത് വേണ്ട. മര്യാദയ്ക്കുള്ള ഫോർമേഷൻ. ഈ ഫോർമേഷൻ കിട്ടുമോ? ഇത് മതിയടാ. ഓക്കെ, ഈ ഫോർമേഷൻ മതി. ഇതാണ് നല്ലത്. അത് നമുക്ക് മാച്ചും കാര്യങ്ങളൊക്കെ തുടങ്ങാം. ഈ കളി ഞാൻ ജയിക്കും ഗൈസ്. ഈ കളി ഞാൻ ജയിച്ചിട്ട് 9 പോയിൻ്റ് ആയിട്ട് 1ാം സ്ഥാനത്ത് ഉണ്ടാവും ഗൈസ്. നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനാ ഫസ്റ്റ്. ഓക്കെ ഗൈസ്, മാച്ച് തുടങ്ങി. എന്ത് പൊന്നെ സീനടാ, ഏതാണ് മോനെ. ഓക്കെ അങ്ങനെ മാച്ച് 0-0 12 മിനിറ്റായി എന്ന് വെച്ചാൽ 12 സെക്കൻഡായി. ഇതിൽ മിനിറ്റ് നമ്മൾ പറയുന്നത് സെക്കൻഡ്. ഓക്കെ, എന്ത് ബ്രൂണോ കാണിക്കണ്ടേ? കഴിഞ്ഞ മാച്ചിലൊക്കെ നല്ലോണം കളിച്ചല്ലേ എന്നെ, എന്നിട്ട് എന്തിപ്പോൾ കളിക്കുന്നേ? എപ്പോഴും ഇതെന്ത് ഇങ്ങനെ കളിക്കുന്നേ? ഓ മാർട്ടീനസ്, ഏതാ കളി മോനെ, എജ്ജേത് കളി മാർട്ടീനസ്. ആർ യു സീരിയസ്? ഓല കാലുമ്മക്ക് ഇപ്പിട്ട് കൊടുത്താലും ഓലും അടിക്കൂല. അതാണ് ഓല പ്രത്യേകത. എടാ എങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ടേ? ഇവന്മാർ ഫുള്ള് മിസ് പാസ്സോ. ഓ മാർട്ടീനസ് ഗുഡ് ഡിഫൻസ്. എടാ ബ്രൂണോ എവിടെ? എടാ ബ്രൂണോ ഇടറാ. ബ്രൂണോ. ഇത് ബ്രൂണോയാ? ബ്രൂണോ. എടാ ബ്രൂണോ ഇന്നലെ വരെ നന്നായിട്ട് കളിച്ചതാടാ. ഇതെന്തത്? എൻ്റെ പ്ലേസൊക്കെ 2 പ്രാവശ്യം മര്യാദയ്ക്ക് കളിക്കും, എന്നിട്ട് ബാക്കിയുള്ള മാച്ചൊക്കെ ചത്ത പോലെ ആണല്ലോ. 2 മാച്ച് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓൾക്ക് കളിക്കാൻ കഴിയൂല, ചത്ത പോലെ ആടോ. ഇതെല്ലാം ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇവന്മാർ. ഹേട്ടൺ. ഞാൻ ഒനാനെ മാറ്റിയത് എന്തിനാ? ഹേസ്റ്റൺ. ഓലിപ്പനി എടാ ഗോൾ കീപ്പറെ കൊണ്ടുപോയി ഷോ വെക്കാൻ തോന്നുന്നതാടാ. എടാ കംബാക്ക് നടത്താം, ഡോണ്ട് വറി, കംബാക്ക് നടത്താം. പക്ഷെ ഏതാണ് ഡിഫൻഡേഴ്സൊക്കെ ഏത് വായിൽ പോയി കിടക്കുക? എന്താടാ അത്? ഓലോട് ഡിഫെൻഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞോ? എജ്ജാത് ഗോളില്ലേ? ഉമ്മമാരൊക്കെ സമ്മതിക്കണം മോനെ, ഇങ്ങനത്തെ ഗോളുണ്ട്. ഹാഫ് ടൈം ഷോവർ. വിഷമിക്കേണ്ട മക്കളെ. എടാ നമ്മളെ ഹാഫിലൊരു ഓലൊരു ഗോൾട്രാ എന്നോ നമ്മൾ തിരിച്ചത്. കംബാക്ക് ഒരു കംബാക്ക് ഉണ്ടാവും. നിങ്ങളെല്ലാവരും നോക്കിക്കോളി. ഈ കളി തോറ്റാലും ഞാൻ തോക്കൂല, അത്രേ ഉള്ളൂ. ദൈവമേ, ഇതൊന്നും ഗോളിടില്ലേ. ഇട്ടാൽ എൻ്റെ നാണം പോയി. ഇതോട്ടിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മാനം പോയി. ആകെയുള്ള മാനം അതും കൂടെ പോയി. എടാ എന്താ കാണിക്കുന്നുണ്ട്? ഇറ്റിങ്ങളെന്താ കാണിക്കുന്നുണ്ട്? എടാ ജന്തുക്കളെ മര്യാദയ്ക്ക് കളിക്ക്. ഇതിലാകെ ജന്തു എല്ലാം വിളിക്കാൻ കഴിയണ 2 ആൾക്കാരുള്ളൂ, മാർട്ടീനസും ബ്രൂണോയും. പിന്നെ ഈ ഹോജിനുണ്ടും. വാട്ട് എ ഹെൽ മാൻ. ഇവന് ഈ ഹോജുണ്ടിനെ ഒന്നും ഓട്ടെന്ന് പറയാൻ കഴിയില്ല. അത്ര അടിപൊളി ചാൻസ് ഇട്ടിട്ട് അതൊറ്റും ബ്രൂണോ ആയിരുന്നെങ്കിൽ എന്താണ് ഗൈസ്? എന്നെ അപമാനിക്കുകയാണെടോ. ഇറ്റുങ്ങൾ എന്നെ നാണം കെടുത്തു എന്ന് തോന്നല്ലോ. കോച്ച് അർണവ് ദ ഗോട്ട് മാൻ. 2 കളിയും ജയിച്ച്, ഇതിപ്പോൾ 3ാമത്തെ കളി തോറ്റ് ചാമ്പ്യൻസ് ലീഗിൽ. എടാ ഈ കളി എല്ലാ കളിയും ജയിക്കണമെന്നുണ്ട്. എനിക്ക് തോക്കണം എന്നില്ല ഗൈസ്. ഈ ഗ്രൂപ്പ് മാച്ചിൽ എല്ലാ കളിയും എനിക്ക് ജയിക്കണം എന്നുണ്ട്. പ്ലീസ് മെന്നെ ഇപ്രാവശ്യമെങ്കിലും മര്യാദയ്ക്ക് കളിക്ക്. സമനിലായ പോട്ടെ, പക്ഷേ കളി തോക്കരുത്.
അതാണ് എൻ്റെ ആഗ്രഹം, അതാണ് ഗോൾ. ഓ ഹോജ്ലുണ്ട് അവസാനം ഒന്ന് അടിച്ചു ഗൈസ്. താങ്ക് യു. ഒരു ഗോൾ എങ്ങനെയെങ്കിലും ഒരു ഗോൾ. എടാ ആദ്യമായിട്ടാണ് എന്നോട് ഇവർ ഒരു ഗോൾ ഇട്ടു. എന്നോട് ഇതുവരെ 2 മാച്ചിൽ പോലും ഒരു ഗോൾ ഇതുവരെ ഇട്ടിട്ടില്ല. എന്താടോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്? എടാ ഒരു ഗോൾ പ്ലീസ്. ഇവന്മാരെന്നെ ഇങ്ങനെ കളിക്കണത്. 2 കളിയും തോറ്റ് ലാസ്റ്റ് നിൽക്കുമ്പോൾ പ്ലീസ് മാർട്ടിയാൽ പ്ലീസ്. എടാ പ്ലീസ് എന്ത് ഫൗൾ ചിലക്കാണ്ട് പോ റഫറി. നമുക്ക് ഫൗളൊന്നും തരാൻ കഴിയൂല. മാർട്ടിയാൽ ഫൈനലി ഇറ്റ്സ് ഡ്രോ. എൻ്റെ ആളിയ എങ്ങനെയോ 2 ഗോൾ ഇട്ടേ കളി കഴിഞ്ഞ്. 2-2 സമനില. ഇവന്മാരോട് ഭയങ്കര ടഫായിരുന്നു ഗൈസ്. ഇവർ ലാസ്റ്റുള്ള ടീം പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ടഫായിരുന്നു ഗൈസ് ഇവന്മാരോട് കളിക്കണമെങ്കിൽ. ബയേൺ നന്നായിട്ട് കളിക്കാൻ തുടങ്ങി. എടാ ബയേണൊക്കെ നന്നായിട്ട് കളിക്കാൻ തുടങ്ങിയടോ. അതേത് രീതി? ഞാൻ ഇതുവരെ ബയേണൊന്നും മര്യാദയ്ക്ക് കളിക്കണം കണ്ടിട്ടില്ല. നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ മാച്ചാണുള്ളൂ എന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ 4 മാച്ചൊക്കെ ഇടുന്നത്. ഒരു സുഖമല്ലേ? ചാമ്പ്യൻസ് ലീഗ് കളിക്കുമ്പോൾ വേറെ ലെവൽ. ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത്. എനിക്ക് ഈ കളി എങ്ങനെയെങ്കിലും ജയിക്കണം മോനെ. എടാ ഓല് എൻ്റെ പൊന്നെ, ഈ നേരത്തെ കളി ഒന്നും പറയാനില്ല. ഓല് വമ്പൻ ടഫായിരുന്നു ഓലോട് ജയിക്കുന്നത്. എങ്ങനെ ഈ ബയേണൊക്കെ ഓലോട് ജയിച്ചേ അതെനിക്കറിഞ്ഞൂടെ. എൻ്റെ ഓടി തോറ്റ ടീം ഞാൻ സമന്വയ ടീമിൻ്റെ ഓടി ജയിച്ചിടൂ. ഓല് ചിലപ്പോൾ ലൈനപ്പ് ഒക്കെ മാറ്റിയിട്ടുണ്ടാവും. ബയേൻ്റെ ഓടി കളിച്ച നൂബ്ഡ പ്ലേയേഴ്സിൻ്റെ ഓടി ഞാൻ ഫസ്റ്റാ കണ്ടപ്പോൾ അയ്യോ ഈ നൂബ്ഡ പ്ലേയേഴ്സിനൊന്നും വെച്ച് കളിക്കാൻ കഴിയൂല, ഇത് അടിപൊളി ടീമാണ്, ഫസ്റ്റുള്ള ടീമാണ്, അവൻ നല്ല പ്ലേയേഴ്സിനൊക്കെ ഇറക്കണം കോച്ചിന് തോന്നിയില്ലേ. സാധ്യമായിട്ടാണ് ഒരു കോച്ചിന് മര്യാദയ്ക്ക് ബുദ്ധി തോന്നുന്നത്, അതും എന്നെപ്പോലെ. ആദ്യമായിട്ടാണ് ഒരു കോച്ചിന് നല്ല ബുദ്ധി തോന്നുന്നത്. എനിക്ക് പിന്നെ പണ്ടേ നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഫിഫയോ അല്ലെങ്കിൽ പെസ്സോ കളിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. യെസ് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല ഈ വീഡിയോ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഗൈസ്. റാഷ്ഫോർഡ് എന്ത് അവിടെ വെറുതെ കിടന്ന് വീണിട്ട് എന്താ ഇവന്മാരെന്നെ? ഇത് എല്ലാവരും അമ്മ കളിയാണല്ലോ. മാർട്ടിയാൽ കണ്ടിന്യൂ ഗൈസ്. 4 മാച്ച് കളിച്ചാൽ 4ലും ഇവൻ ഗോളടിച്ചതുകൊണ്ടല്ലോ. 4ലല്ല 3ലും ഗോളടിച്ച്. ഇവർ നൂബ്ഡാ. ഇവർ ലൈനപ്പ് ഇതിപ്പോൾ എങ്ങനെ ഇവർ മാറ്റിയാലും ഇവരെ പ്ലേ നൂബ്ഡ പ്ലേ ആണ് ഗൈസ്. മറ്റോലെ പോലെയല്ല, മറ്റോല് നന്നായിട്ട് കളിച്ചിരുന്നു. അടുത്ത മാച്ച് ചിലപ്പോൾ ഓലോടായിരിക്കും. ഓലോടാണെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് ഗൈസ്. റഫീത്ത വരാൻ ഗുഡ് പ്ലേ. റാഷ്ഫോർഡ്, മാർട്ടിയാൽ, ഹോജ്ലുണ്ട്. എന്താ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. നമ്മളൊരു ഗോളിന് ലീഡ് ഉണ്ട്, അത് മതി. ഇങ്ങനെ തന്നെ ജയിച്ചാലും സീനൊന്നുമില്ല. ഐക്കാടി റാഷ്ഫോർഡ് എന്താ ബേക്കറിങ്ങി കളിക്കുന്നേ? ഓൻ വിങ്ങറല്ലേ, എന്നിട്ട് ഓൻ ബേക്കറിങ്ങി കളിക്കുന്ന എന്തിനാ? ഓ ഗൈസ് ഓക്കെ, വിങ്ങർമാരൊക്കെ ബാക്കിറങ്ങി, ബാക്കിലുള്ളവരൊക്കെ ഫ്രണ്ട് വിങ്ങർമാരായി. ഓക്കെ എടാ ഈ ചാമ്പ്യൻസ് ലീഗിൽ പോസ്റ്റൊന്നും മാറൂല അല്ലേ? വേറെ വല്ല ഗെയിമാണെങ്കിൽ പോസ്റ്റൊക്കെ മാറും ഗൈസ്. ഇതിപ്പോൾ ഇത്ര നേരം ഈ എപ്പുറത്തെ ടീം ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരുന്നത്, ഹാഫ് ടൈം കഴിഞ്ഞ് അങ്ങോട്ട് അടിക്കുക, അങ്ങനെ പോസ്റ്റ് മാറും ഗൈസ്. ഇതിൽ പോസ്റ്റൊന്നും മാറില്ല, അതുകൊണ്ട് പാസ് കൊടുക്കുക. സ്കില്ല് ഓ ഇതാണല്ലേ അവൻ്റെ സ്കില്ല്. ഇത് ഗോളാ. ഇമാര് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് തോന്നുന്നു. അതാടാ ഇത് ഗോളാ പറഞ്ഞപ്പോൾ ഗോൾട്ടറാ.
ഇതുപോലെ ഷോട്ട് അടിക്കൂല. ഇതുപോലെ ഷോട്ട് അടിക്കൂല. നോക്കി ഗോയ്സ്, ഇതുപോലെ ഷോട്ട് അടിക്കൂല. ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ഷോട്ട് അടിക്കില്ല പറഞ്ഞ. ഞാനാണ് ഇവിടുത്തെ എല്ലാം. ഞാൻ പറയുന്ന പോലെ തന്നെ ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ ഗോൾ. ഗോളല്ല. എന്താടോ കോർണർ ആരെ ഡിഫെൻഡ് ചെയ്ത്? ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. എടാ സാരല്ലേ, നല്ല ഹെഡ്. കുറച്ചും കൂടെ ചാടി പവറിൽ ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് നല്ല കാര്യമായിരുന്നു. ഹോയിലോട്ട് ഇത് ഗോളാ. ഈ ചാൻസ് ഗോളാ. ഗോളല്ല, സോറി. ഐ ആം റിയലി സോറി. ഇത് ഗോളല്ലടാ. എടാ എന്താണ്? ടൂനില്ല. ഇനിയിപ്പോൾ ഒരു ഗോൾ അടിച്ചാലും എനിക്ക് സീനൊന്നുമില്ല. ഗൈസ്, എൻ്റെ പൊന്നെ വരാൻ വാട്ട് ആർ ഡൂയിങ്? എന്താ കാണിക്കേണ്ട? ഇറ്റിങ് അത് കൊണ്ടുപോയി കളഞ്ഞ്. മെർട്ടൻസ് അവിടെ എങ്ങനെയാണ് ഇവനൊക്കെ ഇങ്ങനെ അടിക്കുന്നത്? എനിക്ക് പോലും ഇങ്ങനെ അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വെറുതെ അല്ല, അവൻ ക്യാപ്റ്റനാ. ബാറുമ്മ തട്ടി ഏതോ ലക്കിനാ ഉള്ളിൽ കയറിയത്. നല്ല അടിപൊളി ഷോട്ടായിരുന്നു. എജാതി ഷോട്ടടൂ. 2-1 പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ജയിച്ച്. എൻ്റെ പൊന്നെ. എങ്ങനെയോ നമ്മളങ്ങനെ ഫൈനലി വിൻ. ഫൈനലി ഐ വിൻ. ഈ ടീമിൻ്റെ കൂടെ തന്നെയാണ് 10 പോയിൻ്റ്. ഓൾക്ക് 9 ഉള്ളൂ. ഷട്ട് അപ്പ് ബയേൺ, ഷട്ട് അപ്പ് ബയേൺ, ഷട്ട് അപ്പ് ഗൈസ്. ബയേണിൻ്റെ കൂടി ഷട്ട് അപ്പ്. താനാരോടോ താനൊരു ബയേണിൻ്റെ കൂടി ഷട്ട് അപ്പ് ചെയ്യാൻ പറ. കുറേ നേരമായി ഗൈസ്. ഇനി നമുക്ക് ആ ടീമിൻ്റെ കൂടെ തന്നെയാണ് മാച്ച് കളിക്കേണ്ടത്. ബയേൺ തോറ്റാൽ മതിയായിരുന്നു ഗൈസ്. ബയേൺ നമ്മൾ പുറകെ തന്നെ ഉണ്ടോ. ഈ ടീം എൻ്റെ പൊന്നെ നേരത്തെ പോലെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെടുപെടൂ. പക്ഷേ ഇത് സമനിലയായിട്ടുണ്ടെങ്കിൽ ബയേൺ മുമ്പ് കയറുള്ളൂ. ഇത് സമനിലയാണെങ്കിൽ ബയേൺ മുന്നിൽ കയറും. ബ്രൂണോ ഫെർണാണ്ടസ് ആൻഡ് എറിക്സൺ കോമ്പിനേഷൻ ഈസ് ഗുഡ്. പെനാൽറ്റി. റെഫറി ഏതത് കുരങ്ങ് പിടിച്ച റെഫറി പണ്ടാരക്കാല. എന്താ പെനാൽറ്റികളെ ബോളാണ് എന്ത് കാണിക്കുന്നുണ്ട്? എന്നാൽ നമ്മൾ പോലെ ഫൗൾ ചെയ്യണോ? എന്താ താനെന്ത് ചെയ്യണോ? എടാ നമ്മൾ ഫൗൾ ചെയ്തിട്ട് പെനാൽറ്റി എന്തെങ്കില്ല. പിന്നെ എന്താ നമുക്ക് പോലെ ഫൗൾ ചെയ്താൽ കൈതകൾ. ഈ റെഫറിയൊക്കെ ഏടുന്ന് വന്നതാ? ഗുഡ് ഡിഫൻസ്. എടോ പെട്ര ഉമ്മാർ ഇതേ കളിയാ. കഴിഞ്ഞ മാച്ചിൽ ഇതേ കളിയുന്നത്. ഒരു 2 ഗോൾ അടിക്കുക എങ്ങനെയെങ്കിലും. എന്താണെടാ ഹോജുണ്ട്. ഗെയിം കളിച്ചതൊക്കെ മതിയേന് മര്യാദയ്ക്ക് കളിക്കുക. ഏതാ ടീം? കഴിഞ്ഞ പ്രാവശ്യം സമനിലയായ ഓർമ്മ ഉണ്ടോ? അതേ ടീമാണ്. മര്യാദയ്ക്ക് കളിക്കുന്നു. കണ്ണും തുറന്ന് നോക്കിയിട്ട് കളിക്കി. എടാ കസമീറോ, കണ്ണും തുറന്നൊന്ന് നോക്കട ബോൾ എവിടെയല്ലേന്ന്. എങ്ങോട്ടാണ് ഈ ചോടുന്നേ? പോസ്റ്റുമിലേക്ക് പോവാടോ. ഇത് ബ്രൂണോ ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ അടുത്ത കളി ഞാൻ ബ്രൂണോനെ ഈ ചാൻസ് പോട്ടെ. അടുത്ത ചാൻസ് ഇല്ലേ? ബ്രൂണോ ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഓനെ കളിക്ക് ഇറക്കും. അടുത്ത മാച്ച് കളിക്ക് ഇറക്കൂല. ഗുഡ് ഡിഫൻഡറാ. എടാ എന്താടാ ഇവന്മാർ അതേ കളിയാടാ. എന്ത് ഹാടാ. എല്ലാവരും ഇവനോട് എങ്ങനെയാണ് ജയിക്കുന്നത്? എനിക്കറിഞ്ഞൂടെ. ഇവന്മാരെന്താ എന്നോട് മാത്രം ഇങ്ങനെ കളിക്കുന്നേ? ഒരു ഗോൾ പ്ലീസ്. ഗോൾ നമുക്ക് അടിക്കാം, അതിന് സീനില്ല. പക്ഷെ ഇവന്മാർ നല്ലോണം കളിച്ചാൽ മതി. കസമീറോ
എടാ ഇത് കണ്ടോ ഇവന്മാർ എന്ത് കശ്മീർ പ്ലീസ് എടാ അടിക്കടാ. എന്താണ് ഇവരോട് ജയിക്കണമെങ്കിൽ നല്ല പാടാണ്. 2 ഗോൾ എങ്ങനെയെങ്കിലും ഇടണം ഗൈസ്, എന്നാലൊക്കെ ജയിക്കാൻ കഴിയൂ. സേഫായിട്ട് 2 ഗോൾ ഇട്ടിട്ടേ മര്യാദയ്ക്ക് ഇങ്ങനെ നൂബ് കളിച്ചാൽ മതി. ബോൾ എടുത്തിട്ട് അത് മതി. ഇനി നമ്മൾ കൂടുതൽ സെക്കൻഡ് ടച്ച് എടുക്കേണ്ടി വരും. എന്താ ബ്രൂണോ പ്ലീസ് എടാ കസമീറോ ഓടോ. എന്താ ഞാൻ അടിച്ചോളൂലേ, ഇത് ഓട്ടോ പ്ലേ ആയിപ്പോയി. പണ്ടാരം പിടിച്ചത് എന്താടോ ഇങ്ങനെ ഓട്ടോ പ്ലേ ആയിപ്പോടാ. ഞാൻ അടിക്കുമായിരുന്നു. സാരല്ല. എറിക്സൺ പാസ്വേഡ് മാർട്ടിയാൽ. ഇതെങ്കിലും ഒരു ഗോൾ പ്ലീസ്. ഗോൾ. ഗൈസ് ലക്ക്. എന്തേ ഷട്ടപ്പ്. ഒരു ഗോൾ എങ്ങനെയെങ്കിലും ഒരെണ്ണം കൂടി ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് സ്മൂത്തായിട്ട് കളിക്കാം. ഒരെണ്ണം കൂടി ഇട്ടിട്ട് സ്മൂത്തായിട്ട് കളിക്കാം. ബോൾ നമ്മളെ കയ്യിൽ വെച്ച് തന്നെ കളിച്ചാൽ മതി ഗൈസ്. ഒരെണ്ണം കൂടി ഇട്ടിട്ട് ഒരെണ്ണം കൂടെ സ്പീഡിൽ എങ്ങനെയെങ്കിലും ഇടണം ഗൈസ്. ഒരു കംബാക്ക് നടത്തൂടാ. ഒരു ഗോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കംബാക്ക് നടത്തും. പോയി കുറേ പേര് അവൻ്റെ പുറകെ തന്നെ പോയി സ്ലൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എറിക്സൺ ഗുഡ്. പോ മെല്ലിങ്ങിന് കിട്ടൂല. ഗുഡ് ചാൻസ് മിസ്സാക്കല്ലേ. ഓൻ്റെ കാലുമ്മക്ക് ഇട്ട് കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. വല്ലതും കേൾക്കുന്നുണ്ടോ മാർട്ടിയാൽ? സാഞ്ചോ ബ്രൂണോ ഗോൾ. ബ്രൂണോ ഫെർണാണ്ടസ്. എൻ്റെ പൊന്നെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗോട്ട്. ഇപ്പോൾ മാഞ്ചസ്റ്ററിന് പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല പറഞ്ഞപ്പോൾ ഗോട്ടിൻ്റെ ആവശ്യം വന്നു ഗൈസ്. ഗോട്ടിൻ്റെ ആവശ്യം വന്നു ഗൈസ്. ഇവന്മാരോട് നമ്മൾ ജയിച്ചെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ജയിച്ച്. ഓല കാലുമൊക്കെ ഇട്ട് കൊടുക്കാനല്ല പറഞ്ഞത്, സ്മൂത്തായിട്ട് എങ്ങനെയെങ്കിലും ബോൾ പിടിക്കണേ. സെക്കൻഡ് ടച്ച് പ്രഷർ കൊടുക്ക് പ്ലീസ്. പ്രഷർ കൊടുക്കടാ. എന്താ കാണിക്കുന്നുണ്ട്? ഓക്കെ, അത് മതി. ബോൾ അവിടെ അങ്ങനെ സമയം കളഞ്ഞോ അങ്ങനെ സമയം കളഞ്ഞു. കുറേ സമയം എങ്ങനെയും കളഞ്ഞു കേട്ടോ. മാർട്ടിയാൽ, സാഞ്ചോ. ഏതോ മോനെ ബ്ലോക്ക്. റഫറി വിളിക്കണോ? വിളിക്കണ്ട. എന്നെ ഒരു ഷോട്ട് അടിക്കായിരുന്നു. സാരല്ല, ഏതായാലും ജയിച്ച്. എൻ്റെ പൊന്നെ, എങ്ങനെയോ ജയിച്ചടാ ഈ ടീമിൻ്റെ ഓടി. സത്യം പറഞ്ഞത് എന്നോടാന്ന് തോന്നുന്നു. ഭയങ്കര കളി. മൈ ലാസ്റ്റ് മാച്ച് എൻ്റെ ലാസ്റ്റ് മാച്ചടെ. ഇതും കൂടെ കളിച്ച് ജയിക്കണം ഗൈസ്. ഇതിപ്പോൾ ജയിച്ചാലും തോറ്റാലും ഞാൻ ഉണ്ടാവും ഗൈസ്. ഞാനുണ്ടാവും. ക്വാർട്ടർ ഫൈനലോ റൗണ്ട് ഓഫ് 16 കളിക്കാൻ ഞാൻ ഉണ്ടാവും. ഇതിൽ 2 ടീംസിനെ എടുക്കും ഗൈസ്. ഏറ്റവും ലാസ്റ്റുള്ള 2 ടീംസിനെ ഔട്ടാക്കും. അങ്ങനെയാണ്. ഞാനും ബയണുമാണ് ഇപ്പോൾ ഫസ്റ്റ് ഉള്ളത്. ഫസ്റ്റ് ഞാനും സെക്കൻഡ് ബയണുമാണ്. അപ്പം ഈ കളി ഞാൻ